കപ്പ ബിരിയാണി അഥവാ ടാപ്പിയോക്ക ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇത് ഇന്ത്യയിലെ ഒരു ട്രഡീഷണൽ ഡിഷാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കപ്പയാണ്. കപ്പ നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ പ്രഷർ കുക്കറിലായിട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഈ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പ കുക്കറിലേക്ക് ആഡ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും അതിലേക്ക് ഒഴിച്ച ശേഷം നമ്മളതിൽ ഇച്ചിരി ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി എന്നിവയൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ പ്രഷർ കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. 2 വിസിൽ വരുന്ന വരെയാണ് നമുക്ക് ഈ ഒരു കപ്പ വേവിച്ചെടുക്കേണ്ടത്. ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കൂടിപ്പോകരുത്. മഞ്ഞൾപ്പൊടി ഉപ്പും ആവശ്യത്തിന് മാത്രം ഇടുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം അടച്ച് വെച്ച് വേവിക്കുക. കാരണം അത് സമയം തെറ്റാൻ വേണ്ടിയിട്ടാണ്. അത് ഒന്ന് സെറ്റായി വരുന്നതിനുള്ളിൽ നമുക്കൊരു കവ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട ശേഷം ആ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെറുതായി നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. 2 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സോ ആ സവാള നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാള നല്ല രീതിയിൽ സോട്ട് ആവേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ സോട്ട് ചെയ്ത ശേഷം നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒന്നിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, അപ്പോൾ എല്ലാം കൂടി ചതച്ചത് നമുക്ക് ഈ പറയുന്ന ഡിഷിലേക്ക്, ഈ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വഴറ്റ് വന്നിരിക്കുന്ന ഉള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഇട്ട് കൊടുത്ത ശേഷം നല്ല രീതിയിൽ വഴറ്റി വെക്കേണ്ടതാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ഓണിയൻ മാറിയിട്ടുണ്ട്. ഒരു പെയിൽ ബ്രൗൺ കളറിലേക്ക് നല്ല രീതിയിൽ വെന്ത് സോട്ടായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. ജസ്റ്റ് ചതച്ചാൽ മതി. നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒതുക്കിയെടുക്കുന്നു വേണ്ട. നമ്മൾ കല്ലിലിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താൽ മതി. അതാണ് ടേസ്റ്റ്. ഇത് ഓവർ ബ്ലെൻഡായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിനൊരു പച്ചമണം വരെ നല്ല രീതിയിൽ കളക്കി കൊടുത്തു. പിന്നെ ഗരം മസാല, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ ആ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. മസാലയുടെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കണം. സോട്ട് ചെയ്ത് കൊടുത്താലേ ആ ഒരു ഫിഷിനുള്ള ടേസ്റ്റ് നമുക്ക് പാകം പറ്റുള്ളൂ. കാരണം ഈ സമയത്തേക്ക് നമ്മൾ ഫ്ലെയിം ലോയിൽ തന്നെ ഇടാൻ ശ്രമിക്കണം. അല്ലാണ്ട് കൂടുതൽ നേരം നമ്മളിങ്ങനെ ഇതാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഫ്ലെയിം ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്ത രീതിയിൽ തന്നെ സോട്ട് ചെയ്ത് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ശരിക്കും. നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് ചെറിയ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കപ്പ ബിരിയാണിയിൽ സാധാരണ ചിക്കനും ബീഫൊക്കെ യൂസ് ചെയ്യും. ഈ പക്ഷേ നമ്മൾ ഉണ്ടാക്കിയതിൽ ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിക്കനാകുമ്പോൾ വേവ് പെട്ടെന്ന് നമുക്ക് ഈ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടെ തന്നെ ഈ ഉണക്ക പൊടിമേതിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കസൂരി മേത്തി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. സോ അത് നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും, അവൈലബിൾ ആണ്. സോ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും അതിലേക്ക് വേണ്ടിയത് ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങിയത് നമ്മൾ അഡീഷണലി വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പം ഈ ഒരു വെള്ളത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു വെള്ളം മതി ഈ ചിക്കൻ കുക്കാവാൻ വേണ്ടിയിട്ട്. നമ്മൾ അടച്ച് വെച്ച സമയത്ത് തന്നെ അത് കുക്കായിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് തക്കാളി ഞാൻ പറഞ്ഞിരുന്നല്ലോ, തക്കാളി പിന്നീടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ ഉള്ളിയൊന്നും വഴറ്റുന്ന സമയത്ത് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നില്ല. കാരണം തക്കാളിയുടെ പുളിപ്പ് വല്ലാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഫീലായിരിക്കും, ടേസ്റ്റായിരിക്കും. ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു തക്കാളി കടിച്ച് കിട്ടുകയും ചെയ്യും, പുളിപ്പൊന്നും വരത്തില്ല. അങ്ങനെ അത് ആയി കഴിയുന്ന സമയത്ത് നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒരു 50 ml തേങ്ങാപ്പാൽ മതി. തേങ്ങാപ്പാൽ ഒന്നെങ്കിൽ നമുക്ക് തേങ്ങ അരച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്ന തേങ്ങാപ്പാൽ യൂസ് ചെയ്യും. ഞാൻ പുറത്തുനിന്ന് മേടിച്ച തേങ്ങാപ്പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ക്രീമി ആയിട്ട് എടുക്കുന്നത്, 1-ാം പാലായിട്ട് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്.
കപ്പ ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മസാലയുടെ കുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ പോയി കിട്ടും. അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി ഒന്ന് വഴണ്ട് ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ നല്ല രീതിയിൽ വഴണ്ട് വരണം. അത് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് അതിൻ്റെ ഒന്നിങ്ങനെ ഒന്ന് കുക്കായി വരണം കേട്ടോ. കാരണം ആ മസാലയും അതിലേക്ക് ഈ തേങ്ങാപ്പാലും നല്ല രീതിയിലൊന്ന് ബ്ലെൻഡായിട്ട് വരാനുള്ള സമയം നമ്മൾ കൊടുക്കണം. അല്ലാതെ നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ കപ്പ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയുടെ ഒരു ഇത് കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. വല്ലാണ്ട് ഓവർ വേവ് ആവരുത്, ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടണം. എന്നാലേ നമുക്ക് അത് ബ്ലെൻഡ് ചെയ്ത് വരുന്ന സമയത്ത് നല്ലൊരു നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിച്ച് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ കുഴമ്പ് രൂപത്തിലായി പോകും. അങ്ങനെ ആയി കഴിഞ്ഞാൽ അതിന് വലിയ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ കപ്പ ബിരിയാണിയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കപ്പയുടെ വേവിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന കപ്പ നന്നായിട്ട് സോട്ട് ചെയ്യുക. നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം കേട്ടോ. നല്ല സിമ്മിൽ, ഫ്ലെയിം വളരെ സിമ്മിലാക്കിയിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മൂടി വെക്കുക. ഒരു 2 to 3 minutes മൂടി വെച്ചാൽ മതി. സിമ്മിലായിരിക്കണം ഫ്ലെയിം വരേണ്ടത്. കാരണം ഒന്ന് ആ മസാലയും കപ്പയുടെ ആ ഒരു ഇതിലേക്ക് നല്ല രീതിയിൽ മിക്സായി അതിലേക്കൊന്ന് ബ്ലെൻഡായി തരാനുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഫൈനലി നമ്മൾ ഗാർണിഷിങ് ചെയ്യുന്നത് ഓണിയൻ വെച്ചിട്ടാണ്. ഓണിയൻ ചോപ്പ് ചെയ്ത ഓണിയൻ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഗാർണിഷിങ് ചെയ്തിട്ട് കരിവേപ്പില നമ്മൾ കറിയിൽ വെച്ച് ചെറുതായിട്ട് നുള്ളിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ഭംഗിയായിരിക്കും. കാരണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ കരിവേപ്പില ഈ പറയുന്ന ഒണിയൻ ഇങ്ങനെ ഷോ ആയി കിടക്കുന്നത് നമ്മൾ കടിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കപ്പ ബിരിയാണി ഒരു കേരള ഇന്ത്യൻ സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ